മതവും രാഷ്ട്രീയവും കണക്റ്റഡ് ആണ്, ഇല്ലെന്ന് പറയാൻ നമുക്ക് ഒക്കെയല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്കിനകത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഒരു മതം ഒരു രാഷ്ട്രത്തിലുള്ളപ്പോൾ ആ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് മതത്തിന് പറ്റണമല്ലോ. ഇപ്പോഴും നമുക്കറിയാമല്ലോ, വത്തിക്കാൻ ഒരു രാഷ്ട്രം കൂടിയാണല്ലോ, പക്ഷെ അതൊരു സഭയുടെ കേന്ദ്രമാണ്. ഇപ്പം എനിക്ക് ഈ നോമ്പിൻ്റെ അവസാന നാളുകളിൽ ചില മാധ്യമങ്ങളൊക്കെ വന്ന് നോമ്പിനെ കുറിച്ച് ചോദിക്കാൻ വന്നിട്ട്, പക്ഷെ അവർ പോയത് നോമ്പിൻ്റെ കാലയളവാണ്, അത് പൂർത്തീകരിച്ചു, ഉയർപ്പും ആകുന്നു, കഴിയുന്നു. അപ്പോൾ നാച്ചുറലി അടുത്തൊരു വിഷയമാണ് ഇലക്ഷൻ കാലയളവ്. സത്യവെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ട്രൂ ലൈറ്റിലേക്ക് സ്വാഗതം. നോമ്പിൻ്റെ തീവ്രത, കഷ്ടാനുഭവാഴ്ചയുടെ ആചരണങ്ങൾ അതൊക്കെയും കടന്ന് ഈസ്റ്ററിൻ്റെ സന്തോഷത്തിലെത്തി. അതോടൊപ്പം കേരളം ഇലക്ഷൻ്റെ ചൂടിലേക്കും കൂടെ വന്നിരിക്കുകയാണ്. എല്ലാ ചർച്ചകളുടെയും കേന്ദ്രം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എന്നറിയാമല്ലോ. ദീർഘകാലമായി കേട്ടുവരുന്നതും ഒത്തിരി കാലമായി ചർച്ച ചെയ്തു വരുന്നതായിട്ടുള്ളൊരു കാര്യമാണ് മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം. അത് കൂടുതൽ ആവർത്തിച്ച് കേൾക്കുന്ന ഈ കാലത്ത് തിരുമേനിക്ക് അതേക്കുറിച്ച് എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത്? അച്ഛന് പറഞ്ഞതുപോലെ നോമ്പിൻ്റെ കാലയളവാണ്, അത് പൂർത്തീകരിച്ചു, ഉയർപ്പും ആകുന്നു, കഴിയുന്നു. അപ്പോൾ നാച്ചുറലി അടുത്തൊരു വിഷയമാണ് ഇലക്ഷൻ കാലയളവ്. ഇപ്പം എനിക്ക് ഈ നോമ്പിൻ്റെ അവസാന നാളുകളിൽ ചില മാധ്യമങ്ങളൊക്കെ വന്ന് നോമ്പിനെ കുറിച്ച് ചോദിക്കാൻ വന്നിട്ട്, പക്ഷെ അവർ പോയത് രാഷ്ട്രീയത്തിലേക്കാണ് പെട്ടെന്ന് പോയത്. ഞാൻ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് അവരെങ്ങും പ്രസിദ്ധീകരിച്ചായിട്ട് വലുതായിട്ട് കണ്ടതുമില്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ അങ്ങും ഇങ്ങൊക്കെ ഇങ്ങനെ ഓടുന്നത് കാണാനായിട്ട് ഇടയായിരുന്നു. എന്തായാലും മതവും രാഷ്ട്രീയവും കണക്റ്റഡ് ആണ്, ഇല്ലെന്ന് പറയാൻ നമുക്ക് ഒക്കെയല്ലോ. പഴയ കാലം മുതൽ തന്നെ മതങ്ങൾ അതാത് സ്ഥലവുമായി കൃത്യമായി ബന്ധപ്പെടുന്നു. രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്കിനകത്തൊരു പ്രശ്നമുണ്ട്. രാഷ്ട്രീയം എന്ന വാക്കിൻ്റെ അർത്ഥം രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നാണല്ലോ. അപ്പം ഒരു മതം ഒരു രാഷ്ട്രത്തിലുള്ളപ്പോൾ ആ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് മതത്തിന് പറ്റണമല്ലോ, പറ്റാതിരിക്കാൻ ഒക്കെയല്ലോ. കാരണം മതം രാഷ്ട്രത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കെയല്ലോ. ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ പുരാതന കാലഘട്ടത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു, രാഷ്ട്രത്തോട് ചേർന്ന് കൃത്യമായിട്ട് നിൽക്കുമായിരുന്നു. ഈ അടുത്ത കാലം വരെയും ചില സ്ഥലങ്ങളിലെങ്കിലും രാഷ്ട്രവും മതവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പ്രവണത കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്കറിയാമല്ലോ, വത്തിക്കാൻ ഒരു രാഷ്ട്രം കൂടിയാണല്ലോ, പക്ഷേ അതൊരു സഭയുടെ കേന്ദ്രമാണ്. അപ്പം നാച്ചുറലി മതവും രാഷ്ട്രവും തമ്മിൽ കണക്റ്റഡായി ഇരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കാനും പറയുവാനും ഉള്ള അർഹതയുണ്ട്, അത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സ്റ്റാൻഡ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെ കൃത്യമായി വിലയിരുത്തണമല്ലോ. രാഷ്ട്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളായിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് പറയുന്നതാണ് രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നത്, ഇല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നത് ഒരു ഒരു സമൂഹമായിട്ടല്ല, വിവിധ സമൂഹങ്ങളുടെ കൂടിവരവാണ് നമ്മുടെ സമൂഹം തന്നെ, ഇല്ലേ? നമ്മളായിരിക്കുന്ന സമൂഹം. അപ്പം നാച്ചുറലി അവരുടെ എല്ലാവരുടെയും വേദനകളും സന്തോഷമൊക്കെ ഒരുമിച്ച് കാണാനായിട്ട് ഇടയാകുന്നതാണ്. അവർക്ക് നമ്മുടെയും നമുക്ക് അവരുടെയും ഒക്കെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടം, ഒരു ജീവിത രീതിയാണ് നമുക്കുള്ളത്. അപ്പം നാച്ചുറലി നമുക്ക് മതവും രാഷ്ട്രീയവും എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചുള്ളത് കൃത്യമായി വിലയിരുത്തുവാനും ഇടപെടാനുമുള്ള അനുവാദം മതങ്ങൾക്കുണ്ട്, സമുദായങ്ങൾക്കുണ്ട്, സഭയ്ക്കുമുണ്ട്. അത് വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം, സഭയ്ക്കോ മതത്തിനോ ഒരു കക്ഷി രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമായി മാറും. ഏതെങ്കിലും ഒന്നിനോട് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് കമ്മ്യൂണിസ്റ്റ് ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ, അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് ആണോ, ജനതാദളാണോ,
ഇങ്ങനെയുള്ള ചിന്തകൾക്കാണ് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം. പാർട്ടികളോട് ചേർന്ന് ഏ? രാഷ്ട്രീയ ഏതെങ്കിലും ഒരു പാർട്ടികൾ- കക്ഷിയോട് ചേർന്ന്, കക്ഷി രാഷ്ട്രീയത്തോട് ചേർന്നുള്ള വർത്തമാനങ്ങളാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ളതിനോട് മതം ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നത് നമ്മുടെ നാടിൻ്റെ എന്തുവാ ഒരു സ്ട്രക്ചറിൽ ഇലക്ഷനൊക്കെ വരുമ്പോൾ അവർക്ക് മത്സരിക്കുവാനും ആ മത്സരത്തിലൂടെ ജയിച്ചു വരുന്നവർക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുവാനും വേണ്ടിയുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഉള്ളത്. എന്നാൽ ഇപ്പോഴതിൻ്റെയൊക്കെ കഥ ഏകദേശം മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കക്ഷി രാഷ്ട്രീയക്കാർ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്കി എല്ലാവരെയും പിന്നെ ഒഴിച്ചു നിർത്തുന്ന ഒരു പ്രവണതയാണ് പൊതുവേ നമ്മൾ കാണുന്നത്. അതിനോട് ഒരു മതത്തിന് ചേർന്ന് നിൽക്കാനായിട്ട് പ്രയാസമാണ്. മതത്തിൻ്റെ തത്വം അങ്ങനെയല്ലല്ലോ. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും അടുത്ത് നിൽക്കണം. മതത്തിന് അതിൻ്റെ ഒരു പ്രിൻസിപ്പിളുണ്ട് ഇല്ലേ? ഇപ്പം നമ്മൾ ഓർത്തഡോക്സ് ക്രൈസ്തവ സഭയാണ് നമ്മുടേത്. നമുക്കറിയാം വിശുദ്ധ കുർബാന ഐക്യമുള്ളവരോട് മാത്രമേ നമുക്ക് കുർബാന ഐക്യമുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ആരാധന ഐക്യം അത്രേ ഉള്ളൂ. എന്നാൽ മറ്റുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നുള്ളത് നമ്മുടെ മതത്തിൻ്റെ ഒരു പഠിപ്പിക്കലാണ്. അവരുടെ ആവശ്യങ്ങളിൽ അവരോട് ചേർന്ന് നിൽക്കണം, അവരോട് ചേർന്ന് നിൽക്കണം. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നടത്തി കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ചിന്താഗതിയാണ് ഇല്ലേ? സാക്രമെൻ്റൽ ഹോസ്പിറ്റാലിറ്റി ഇല്ല എങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ആതിഥ്യ മര്യാദ കൃത്യമായി പുലർത്തണമെന്ന് ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രൈസ്തവ സഭ വളരെ ഭംഗിയായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ കക്ഷി രാഷ്ട്രീയക്കാരുടെ ഇടയിൽ കാണുന്ന കാഴ്ചകൾ അത് നമുക്ക് സഹിക്കുക വയ്യാത്ത ചില കാര്യങ്ങളാണ്. അതിൻ്റേതായ ചില സ്വാധീനങ്ങൾ ഇപ്പോഴ് മതത്തിലും കടന്ന് കയറിയിട്ടുണ്ട് എന്നൊരു ഫീലിംഗാണ് എനിക്കുള്ളത്. രാഷ്ട്രീയക്കാർ അവരുടേതായ വോട്ടുപിടുത്തത്തിൻ്റെ ഭാഗമായി ഈ മതങ്ങളെയും സമുദായങ്ങളെയും സഭകളെയും ജാതികളെയും ഒക്കെ ഇങ്ങനെ കൂട്ടുപിടിക്കുന്നു എന്നൊരു പ്രവണത കൂടുതലായി സൃഷ്ടിക്കുന്നു. അത് അന്തരീക്ഷത്തിൽ താളത്തിന് പകരം അവതാളം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതാണ് എനിക്ക് അച്ഛൻ പറഞ്ഞതിനോട് ഉള്ള എൻ്റെ പ്രതികരണം.